നമ്മുടെ ഇടിമിന്നലിൻ്റെ ദൈവമായ തോറും മാർവലിലെ സൂപ്പർമാനായ ഹൈപ്പീരിയനും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയും ആ ഫൈറ്റിൽ ഹൈപ്പീരിയൻ തോറിനെ തോൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഈ ഒരു കഥയിൽ നിക് ഫ്യൂരിയുടെ കൂടെ ജോലി ചെയ്യുന്ന ഏജന്റ് ഫിൽ കോളിൻസും നരകത്തിൻ്റെ രാജാവായ മെഫിസ്റ്റോയും കൂടി ഒന്നിച്ച് പാൻഡമോണിയം ക്യൂബ് എന്ന ഒരു പ്രത്യേക കോസ്മിക് ക്യൂബ് കൊണ്ട് റിയാലിറ്റി ആകെ മാറ്റിമറിച്ച് ഫിൽ കോളിൻസിൻ്റെയും മെഫിസ്റ്റോയുടെയും ഇഷ്ടത്തിലുള്ള ഒരു പുതിയ റിയാലിറ്റിയെ അഥവാ ഒരു പുതിയ വേൾഡിനെ ഫിൽ കോളിൻസും മെഫിസ്റ്റോയും പുതുതായി ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ലോകത്ത് അമേരിക്കയുടെ പ്രസിഡന്റായി ഫിൽ കോളിൻസ് മാറുകയും മെഫിസ്റ്റോ ജനങ്ങളുടെ എല്ലാം ദൈവമായി മാറുകയും ചെയ്തു. മാത്രമല്ല, പുതിയ ലോകത്ത് അവെഞ്ചേഴ്സ് എന്ന സൂപ്പർ ഹീറോസിൻ്റെ ടീമിന് പകരം സ്ക്വാഡൻ സുപ്രീം എന്ന ഫിൽ കോളിൻസിന് വേണ്ടി ജോലി ചെയ്യുന്ന സൂപ്പർ പവേഴ്സ് ഉള്ള കുറച്ച് ആളുകളുള്ള ഒരു ടീമായിരിക്കും ഉണ്ടാവുക. ഈ സ്ക്വാഡൻ സുപ്രീം എന്ന ടീമിൽ മാർവൽ സൂപ്പർമാനായ ഹൈപ്പീരിയനും വണ്ടർ വുമണിനെ പോലെ ഇരിക്കുന്ന പവർ പ്രിൻസസ് എന്ന ഒരു പെണ്ണും ഫ്ലാഷിനെ പോലെ വേഗത്തിൽ ഓടാൻ കഴിവുള്ള ബ്ലർ എന്ന ഒരുത്തനും ഗ്രീൻലാൻഡിനെ പോലെ ഇരിക്കുന്ന ഡോക്ടർ സ്പെക്ട്രം എന്ന ഒരുത്തനും പിന്നെ നമ്മുടെ ബാറ്റ്മാനെ പോലെയുള്ള നൈറ്റ് ഹോക്ക് എന്ന ഒരുത്തനുമാണ് ആ സ്ക്വാഡൻ സുപ്രീമിലുള്ളത്. അങ്ങനെ പിന്നീട് ഈ ഫിൽ കോളിൻസും മെഫിസ്റ്റോയും ലോകത്തെ മാറ്റിയെന്ന് തിരിച്ചറിഞ്ഞ ബ്ലേഡ് എന്ന സൂപ്പർ ഹീറോ നേരത്തെ അവെഞ്ചേഴ്സ് ആയിരുന്ന ക്യാപ്റ്റൻ അമേരിക്കയും തോറിനെയും ഫീനിക്സിനെയും ബ്ലാക്ക് പാന്തറിനെയും പിന്നെ സ്റ്റാർ ബ്രാൻഡിനെയും കൂട്ടിക്കൊണ്ട് ഒരുമിച്ച് ലോകത്തെ പഴയതുപോലെ ആക്കുവാനായി ഇറങ്ങിത്തിരിച്ചു. ആ ഇറങ്ങിത്തിരിക്കൽ സ്ക്വാഡൻ സുപ്രീമുമായുള്ള അടിപിടികൾക്കും കാരണമായി. അങ്ങനെ ഒരു ദിവസം ബ്ലാക്ക് പാന്തറിൻ്റെ നാടായ വക്കാണ്ടയിൽ വെച്ച് അവെഞ്ചേഴ്സും സ്ക്വാഡൻ സുപ്രീമും തമ്മിൽ ഒരു വലിയ ഫൈറ്റ് തന്നെ നടന്നു. ആ ഒരു അടിപിടിയിൽ ബ്ലാക്ക് പാന്തർ ബ്ലർ എന്ന വേഗത്തിൽ ഓടാൻ സാധിക്കുന്നവനുമായിട്ടും സ്റ്റാർ ബ്രാൻഡ് ഗ്രീൻലാൻഡിനെ പോലെയുള്ള ഡോക്ടർ സ്പെക്ട്രവുമായിട്ടും പിന്നെ ഫീനിക്സ് വണ്ടർ വുമണിനെ പോലെയുള്ള പവർ പ്രിൻസസുമായും ബ്ലേഡ് നൈറ്റ് ഹോക്കുമായും പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക അങ്ങോട്ടേക്ക് പറക്കുന്ന കാറിൽ വന്ന ഫിൽ കോളിൻസുമായുമാണ് ഫൈറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തോറാണെങ്കിൽ അവരുടെ ലീഡറായിട്ടുള്ള ഹൈപ്പീരിയനോടാണ് നേരിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. നീയാണോ ഗോഡ് ഓഫ് തണ്ടർ എന്ന് തോറിനെ കളിയാക്കിക്കൊണ്ടാണ് തോറിനോട് ഹൈപ്പീരിയൻ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത്. ആ കളിയാക്കലിന് ഹൈപ്പീരിയനിട്ട് നല്ല മറുപടിയായി തോർ കൊടുക്കുന്നുമുണ്ട്. പക്ഷെ ഹൈപ്പീരിയനുമായുള്ള ഫൈറ്റിൽ തോറിന്റെ ദേഹത്തുള്ള ആർമർ എല്ലാം പൊട്ടിപ്പോവുകയും അതുപോലെ തന്നെ തന്റെ മിയോളിനർ കൊണ്ട് എത്ര ശക്തമായി അടിച്ചിട്ടും ഹൈപ്പീരിയനെ വീഴ്ത്തുവാൻ അഥവാ പൂർണ്ണമായും ഹൈപ്പീരിയനെ തോൽപ്പിച്ച് വീഴ്ത്തുവാൻ തോറിന് സാധിച്ചില്ല. മാത്രമല്ല, ഹൈപ്പീരിയനെ ഇടിക്കുമ്പോഴെല്ലാം സാക്ഷാൽ സൂര്യനെ അടിക്കുന്നത് പോലെയാണ് തോറിന് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ തൻ്റെ ചുറ്റികയായ മിയോളിനിയറോ അതോ മിയോളിനിയർ പിടിച്ചിരിക്കുന്ന തൻ്റെ കയ്യിലെ എല്ലുകളോ പൊട്ടിപ്പോകുന്നതായി ഹൈപ്പീരിയനെ ഇടിക്കുമ്പോഴെല്ലാം തോറിന് അനുഭവപ്പെടുന്നുമുണ്ട്. ഇതുപോലെ തന്നെ തോറിനോട് ഫൈറ്റ് ചെയ്യുന്തോറും ഹൈപ്പീരിയൻ ആകെ ക്ഷീണം അനുഭവപ്പെടുകയും തോറിൻ്റെ കയ്യിലുള്ള മിയോളിനിയറിനേക്കാൾ സ്ട്രോങ് ആണ് തോറെന്ന് ഹൈപ്പീരിയന് മനസ്സിലാവുകയും ചെയ്തു. തനിക്ക് എളുപ്പത്തിൽ തോറിനെ വീഴ്ത്തുവാൻ സാധിക്കില്ല എന്ന് ഹൈപ്പീരിയൻ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. മാത്രമല്ല, വേറെ എന്തൊക്കെയോ കാരണങ്ങളാലും തൻ്റെ ഉള്ളിലെ എനർജി എല്ലാം കുറയുന്നതായി ഹൈപ്പീരിയൻ അനുഭവപ്പെട്ടതും എത്രയും പെട്ടെന്ന് തോറുമായുള്ള ഫൈറ്റ് അവസാനിപ്പിച്ചില്ലെങ്കിൽ തനിക്ക് കാര്യമായി എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഹൈപ്പീരിയന് മനസ്സിലായതും അപ്പോൾ തന്നെ തൻ്റെ സർവ്വശക്തിയും എടുത്ത് ഹൈപ്പീരിയൻ തോറിനെ അടിച്ചു തെറിപ്പിച്ച് തോറിനെ വീഴ്ത്തുകയാണ്. അങ്ങനെ ആ ഫൈറ്റിൽ താൽക്കാലികമായി ഹൈപ്പീരിയൻ വിജയിക്കുകയാണ്. പക്ഷേ ഇതേ സമയം ഹൈപ്പീരിയൻ്റെ ടീമിലുള്ള നൈറ്റ് ഹോക്കിനെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവെഞ്ചേഴ്സ് അടിച്ച് വീഴ്ത്തിയിരുന്നു. അങ്ങനെ പിന്നീട് തോറിനെ തോൽപ്പിച്ചതിന് ശേഷം ഹൈപ്പീരിയൻ ബ്ലേഡുമായി ഫൈറ്റ് ചെയ്യുന്ന നൈറ്റ് ഹോക്കിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ തൻ്റെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് ബ്ലേഡിനെ ഹൈപ്പീരിയൻ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് നൈറ്റ് ഹോക്കിനോട് ഈ സ്ഥലത്ത് വന്നപ്പോൾ തൊട്ട് തനിക്കാകെ ക്ഷീണവും എനർജിയും എല്ലാം നഷ്ടപ്പെടുന്നതായി തോന്നുന്നുവെന്നും അത് എന്തുകൊണ്ടാണെന്ന് ഹൈപ്പീരിയൻ ചോദിച്ചതും ഈ വക്കാണ്ടയിൽ വൈബ്രേനിയം എന്ന മെറ്റൽസ് ഉണ്ടെന്നും ആ വൈബ്രേനിയത്തിന്റെ റേഡിയേഷൻ നിന്റെ ശരീരത്തിന് ദോഷകരമാണെന്നും അതുകൊണ്ടാണ് നിനക്ക് വയ്യാതെയാവുന്നതെന്നും ഈ വൈബ്രേനിയം നിന്റെ ഗ്രഹത്തിൽ നിന്നാണ് ഉൾക്കയായി ഭൂമിയിലേക്ക് വന്നതെന്നും നൈറ്റ് ഹോക്ക് ഹൈപ്പീരിയനോട് പറയുകയാണ്. അപ്പോൾ തന്നെ ഹൈപ്പീരിയന്റെ ടീമിലുള്ള ബ്ലർ എന്ന വേഗത്തിലോടാൻ സാധിക്കുന്നവനെ അടിച്ചു വീഴ്ത്തിയിട്ട് നമ്മുടെ ബ്ലാക്ക് പാന്തർ അങ്ങോട്ടേക്ക് വന്ന് നൈറ്റ് ഹോക്കിനെയും ഹൈപ്പീരിയനെയും അറ്റാക്ക് ചെയ്യുകയാണ്. ബ്ലാക്ക് പാന്തറിൻ്റെ ആർമറെല്ലാം വൈബ്രേനിയം ആയതുകൊണ്ട് കയ്യാങ്കളിക്ക് പോകാതെ തൻ്റെ കണ്ണുകളിലെ ഹീറ്റ് വിഷൻ ഉപയോഗിച്ച് ഹൈപ്പീരിയൻ ബ്ലാക്ക് പാന്തറിനെ അറ്റാക്ക് ചെയ്യുവാൻ നോക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക തൻ്റെ വൈബ്രേനിയം ഷീൽഡ് കൊണ്ട് അവിടെ വന്ന് ഹൈപ്പീരിയനെ അടിച്ച് ബോധം കെടുത്തി. അങ്ങനെ പിന്നീട് സ്ക്വാഡൻ സുപ്രീമിലുള്ള എല്ലാ ആളുകളെയും അടിച്ച് വീഴ്ത്തിയിട്ട് സൂപ്പർ ഹീറോസ് എല്ലാം ഫിൽ കോളിൻസിൻ്റെ കയ്യിലുള്ള പാൻഡമോണിയം എന്ന ക്യൂബ് കൊണ്ട് റിയാലിറ്റിയെ സൂപ്പർ ഹീറോസ് എല്ലാം പഴയതുപോലെയാക്കി. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം സൂപ്പർ ഹീറോസ് പരിഹരിച്ചു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിച്ചു.